ഹായ് നമസ്കാരം. സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ മിക്ക ആൾക്കാർക്കും താല്പര്യമുള്ള ഒരു ഫീൽഡാണ് ഹോട്ടൽ ഫീൽഡ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റും ഒക്കെ. അതിൽ കുറച്ചും കൂടി സ്ട്രെസ് കുറച്ച് ചെയ്യാൻ പറ്റിയൊരു ഫീൽഡാണ്, അല്ലെങ്കിൽ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റിയൊരു ഫീൽഡാണ് ഫുഡ് ട്രക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ജർമ്മനിയിലെ ഫുഡ് ട്രക്ക് ചെയ്യണ ആളോട് തന്നെ ചോദിച്ചറിയാം. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലെ കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്തോ. ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹലോ കേട്ടാ, ചേട്ടൻ ഇവിടെ ഇപ്പൊ ജർമ്മനിയിൽ എത്ര നാളായി? ഞാൻ ഇവിടെ 10 വർഷമായി. ചേട്ടൻ ഇപ്പൊ ഫുഡ് ട്രക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഏകദേശം? ഞാൻ 2021 തുടങ്ങിയതാ. ഇപ്പൊ 5 വർഷം ആവാൻ പോകുന്നു. ജർമ്മനിയിൽ ഇവിടെ ഫുഡ് ട്രക്ക് ചെയ്യാൻ ഒരു കാരണം എന്തായിരുന്നേ? ഞാൻ ഇവിടെ വന്നപ്പം ശ്രദ്ധിച്ചത് സൗത്ത് ഇന്ത്യൻ ഫുഡിന്റെ റെപ്രസെന്റേഷൻ കുറവായിരുന്നു. ഉള്ളതെല്ലാം നോർത്ത് ഇന്ത്യൻ ഫുഡും ഇതായിരുന്നു. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആക്കി ഞാനും വൈഫും കൂടി ഇറങ്ങിയതാ ഈ ഫുഡ് ട്രക്ക്. ഐ മീൻ ഒരു പാഷനോടാണോ അതോ ചേട്ടൻ ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ എന്തെങ്കിലും പഠിച്ചിരുന്നോ? ഇല്ല, ഹോട്ടൽ മാനേജ്മെന്റ് ഒന്നും പഠിച്ചില്ല. ഇത് പക്ഷെ ഒരു പാഷൻ പ്രോജക്റ്റ് ആയിരുന്നു തുടങ്ങിയത്. പക്ഷെ അതിപ്പോ ഒരു സീരിയസ് ബിസിനസ് ആയി മാറി. ഓക്കെ, ഇപ്പൊ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇരിക്കുകയാണ്. അതെ, ഞാനിതിപ്പോ ഫുൾ ടൈം ചെയ്യാം. ഓക്കെ, ചേട്ടൻ അപ്പൊ ഏകദേശം ഒരാഴ്ചയിൽ അത് എങ്ങനെ ചെയ്യണത്? എല്ലാ ദിവസവും ഫുഡ് ട്രക്ക് ചെയ്യാനുണ്ടോ അതോ? ഇപ്പൊ ട്യൂബിംഗൻ പറഞ്ഞ സ്ഥലം ഒരു ചെറിയൊരു നഗരമായോണ്ട് ഞാൻ ഒരു 3 days വീക്കിൽ ചെയ്യുന്നുള്ളൂ. അത്രേ. ആഴ്ചയിൽ 3 ദിവസം 3 ദിവസം ചെയ്യും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയാം എന്തുകൊണ്ടാണ് 3 ദിവസം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എല്ലാവരുടെയും കൊണ്ട് നമുക്ക് ഫുഡ് ട്രക്ക് ചെയ്യാൻ പറ്റുമോ അതോ ഇന്ന സ്ഥലത്ത് മാത്രം ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതുകൊണ്ടാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് 3 ദിവസം പറയുന്നത്. ചെറിയ സിറ്റിയിൽ അത്രേ പ്രൈവറ്റ് പാർക്കിംഗ് സ്പോട്ട്സ് ഉള്ളൂ. ജർമ്മനിയിലെ റൂള് പറഞ്ഞാൽ ഫുഡ് ട്രക്ക് ചെയ്യാൻ പറ്റുന്നത് പബ്ലിക് പാർക്കിങ്ങിൽ ചെയ്യാൻ പറ്റില്ല, ഓൺലി പ്രൈവറ്റ് പാർക്കിംഗ് സ്പോട്ട്സിൽ. മീനിങ് ഇപ്പോൾ ഓഫീസ് പാർക്കിങ്സ് ആവാം, ബിസിനസ് സെൻറ്റേഴ്സ് ആവാം, യൂണിവേഴ്സിറ്റി ആവാം, പക്ഷേ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ്. നമ്മളിപ്പോൾ ഒരു ഫുഡ് ട്രക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമ്പയർഡ് ടു റെസ്റ്റോറൻറ്റ്, എന്തുകൊണ്ട് റെസ്റ്റോറൻറ്റ് ചെയ്യാനേക്കാളും ഇതായിട്ട് ഫുഡ് ട്രക്ക് ചെയ്യാനുള്ള കാരണം കുറച്ചും കൂടെ ഇതായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റാണ്ടില്ല, പക്ഷേ ഫുഡ് ട്രക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫുഡ് ട്രക്കിൽ കുറവാണ് റിലേറ്റീവ്ലി. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഒരു റെസ്റ്റോറൻ്റ് ആകുമ്പം 24 hours 7 days a week നമ്മൾ ആ റെസ്റ്റോറൻറ്റിന്റെ പിന്നാലെ തന്നെ ആയിരിക്കും. റെസ്റ്റ് ഇല്ല, ലീവ് ഇല്ല, ഹോളിഡേ ഇല്ല, ഒന്നുമില്ല. നമുക്ക് സ്ട്രെസ് കുറവാണല്ലേ, നമ്മുടെ ഇഷ്ടത്തിന് പോയി ട്രക്ക് ഇടാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഫിക്സ്ഡ് ഓവർ ഹെഡ്സ് കുറവാണ്. റെന്റ് ഇല്ല, എംപ്ലോയീസ് ശമ്പളം ഇല്ല, ലൈറ്റ് ഇല്ല, വെള്ളമില്ല, അങ്ങനത്തെ ബില്ലുകളൊന്നും ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ, ഇതിനകത്ത് അപ്പോൾ PR വേണോ അല്ലെങ്കിൽ പാസ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും വേണോ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് ഈ ഫുഡ് ട്രക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ? ഫുഡ് ട്രക്ക് ചെയ്യാൻ അങ്ങനത്തെ ഇതൊന്നും വേണ്ട. നമുക്കൊരു നാഷണൽ വിസ വേണം, നോർമൽ വിസ. പ്ലസ് ജോബ് കോൺട്രാക്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അങ്ങനെ ബിസിനസ്സിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ അത് നിങ്ങളുടെ ജോബ് കോൺട്രാക്ട്. പക്ഷേ വിസ കൺസേണിങ് ഒന്നുമില്ല. നിങ്ങൾക്കൊരു നാഷണൽ വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുഡ് ട്രക്ക് തുടങ്ങാം. സത്യം പറഞ്ഞാൽ ഇത് നമുക്കൊരു പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാമെന്നുള്ളൂ ഫസ്റ്റ് തന്നെ. എന്നിട്ടൊരു ക്ലച്ച് പിടിച്ച് പോകണമെങ്കിൽ പറഞ്ഞ പോലെ ഫുൾ ടൈമിലേക്ക് മാറിയാലും മതിയല്ലേ? നമ്മുടെ ഒരു ജോലിയുടെ കൂടെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ. അതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ബിക്കോസ് ഫുൾ ടൈം ചെയ്താൽ ഇതിൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും. വീക്കെൻഡ് ചെയ്യണമെങ്കിൽ പിന്നെ അത്രയും നല്ല വലിയ സിറ്റി ആയിരിക്കണം, അത്രയും ഭാഗ്യം ഉണ്ടായിട്ട് നല്ലൊരു 1-2 സ്പോട്ട്സ് വീക്കെൻഡിൽ കിട്ടിയാൽ ഈ പറഞ്ഞ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന്, ഇപ്പം നമ്മൾ പറയുമല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ എത്ര വരും, അത് റിട്ടേൺ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൽ ഫുൾ ടൈം ഇറങ്ങിയാലേ അത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റൂ. ചേട്ടൻ അപ്പോൾ ഈ ഫുഡൊക്കെ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ട്രക്കിൽ കൊണ്ട് ചെയ്യണോ അതങ്ങനെ ട്രക്കിൽ വെച്ച് ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കും? അതെങ്ങനെയാണ്? ട്രക്കിൽ വെച്ചിട്ട് ഉണ്ടാക്കും. നമ്മൾ ട്രക്കിൽ വെച്ചുണ്ടാക്കും. ബിക്കോസ് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഇതിന് ലൈസൻസ് ഇല്ല. വീട്ടിൽ ചെയ്യണമെങ്കിൽ എൻ്റെ അറിവിൽ പറ്റും, പക്ഷെ അതിന് നമ്മുടെ ലേബൻസ്മിറ്റൽ കൺട്രോൾ ഫുഡ് ഇൻസ്പെക്ടറിനെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൻ്റെ കിച്ചൺ പാസ് ചെയ്യിക്കണം. എൻ്റെ അറിവ്, അത് ഞാൻ ഷുവർ അല്ല, അത് 100% കറക്റ്റ് ഇൻഫർമേഷൻ ആണ്. പക്ഷേ ഫുഡ് ട്രക്ക് പറഞ്ഞാൽ ട്രക്ക് ഫുള്ളി ഫിറ്റഡ് ഔട്ടാണ്. അപ്പം നമുക്ക് കുക്കിംഗ് എല്ലാം അവിടെ ചെയ്യാം. ട്രക്കിൽ ഇപ്പോൾ ഏതൊക്കെ ഫുഡൊക്കെ ചേട്ടൻ ചെയ്യാറ്? ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു റൈസും കറിയും മാത്രമാണോ അതോ വേറെ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ? സ്നാക്സ് ചായ അങ്ങനെ അതൊക്കെ ചെയ്യാറുണ്ടോ? നമ്മളിത് തുടങ്ങിയപ്പം സ്ലോലി ഈ സ്കെയിലപ്പാണ് ചെയ്തത്. നമ്മൾ ആദ്യം എന്താ പറയുക, പ്യുവർ ലഞ്ച് സർവീസ് ട്രക്കായിരുന്നു. അപ്പം റൈസ് ബോൾസും ഇതായിരുന്നു കൊടുക്കാറ്. പിന്നെ ഇപ്പം ഒരു വർഷമായി 1.5 വർഷമായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദോശ,
നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പൊറോട്ട ടാക്കോസ് പറഞ്ഞത് അത് നമ്മുടെ തന്നെ ഒരു ചെറിയൊരു ഇൻവെൻഷൻ പറയുന്നില്ല, ഒരു ഫ്യൂഷൻ പോലെ. ഞാൻ ട്രൈ ചെയ്തു. അപ്പം അത് ചെയ്യുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് ഇപ്പം നമ്മളൊരു സൗത്ത് ഇന്ത്യൻ ബേസ്, പക്ഷെ ബുദ്ധ ബോൾസ് പറയും. ബുദ്ധ ബോൾസ് ഈ സാലഡ്സും നമ്മുടെ റൈസ് കോൺസെപ്റ്റ് എല്ലാം അത്. പക്ഷെ ഈ ജർമ്മൻസിന് ഈ കുറച്ച് സാലഡ് വേണമുള്ളതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്തിട്ട് സോസ് ഒഴിച്ചിട്ട് കൊടുക്കും. പക്ഷെ ബേസ് സൗത്ത് ഇന്ത്യൻ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എരിവ് കുറച്ചായിരിക്കും ചെയ്യാനല്ലേ എല്ലാ ഫുഡും അല്ലേ? കറക്റ്റ്. ഇവിടെ ജർമ്മനിയിൽ എല്ലാം കുറച്ച് എരിവ് കുറച്ചിട്ടാണ്. പക്ഷെ എക്സ്ട്രാ ഇപ്പം എരിവ് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചില്ലി സോസോ ചില്ലി കൊണ്ടാട്ടോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഇട്ട് കൊടുത്തു. ഓക്കെ. ഫുഡ് ട്രക്ക് ചെയ്യുമ്പോൾ ശരിക്കും എത്ര കോസ്റ്റ് വരട്ടെ ഏകദേശം? അതായത് ചേട്ടന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫുഡ് ട്രക്കില്ല, ഒരു വാനും ഉണ്ട്, ആ ട്രെയിലറും ഉണ്ടെന്നല്ലേ? രണ്ടും ഉണ്ടല്ലേ? അതെ അതെ. ഞാൻ തുടങ്ങിയത് ഒരു ഫുഡ് ട്രക്ക് വെച്ചിട്ടാണ്. ഓക്കെ. അത് 2020 ഞാൻ ഹാംബർഗിൽ ഒരു സെക്കൻഡ് ഹാൻഡ്, അതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ട്രക്കായിരുന്നു. അത് വാങ്ങി നമ്മളത് കൺവേർട്ട് ചെയ്ത് കളറെല്ലാം പെയിൻ്റ് അടിച്ച് അങ്ങനെയാണ് തുടങ്ങിയത് 2021. 2024 ഇപ്പം നമ്മൾ 2025 മേയിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. പുതിയ ജർമ്മനിൽ പറയുന്ന അൺഹാങ്കർ ട്രെയിലർ, ഫുള്ളി ഫിറ്റഡ് ഔട്ട് അൺഹാങ്കർ ട്രെയിലർ അതിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കാറിൽ വലിച്ചുകൊണ്ട് പോകാം. ഏകദേശം ഒരു ഫുഡ് ട്രക്കിന് ആ വാൻ ചെയ്യുന്നതിന് ഏകദേശം എത്ര വരും? ഒരു ഏകദേശം ഇപ്പം അത് പറയുന്നത് ഇപ്പം ഞാൻ പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞാൽ ഒരു 30,000 euros മുതൽ. അതിപ്പം അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം വേണ്ട എങ്ങനെയല്ല വേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയുന്ന 150,000 വരെയുള്ള വണ്ടികളും ഉണ്ട്. അത് ഇന്ത്യൻ ട്രക്ക് എന്നല്ല, ബർഗർ ട്രക്സ് ആയാലും ഡിഫറെൻറ്റ് ട്രക്സ് ആയാലും അതിപ്പോൾ ഓരോ ആൾക്കാരുടെ ബഡ്ജറ്റും ഇതും വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വാൻ ചെയ്യാനേക്കാളും കുറച്ചും കൂടി കുറവ് ട്രെയിലർ ചെയ്യുമായിരിക്കല്ലേ, പൈസ കുറവ്? അങ്ങനെ പറഞ്ഞാൽ അതിന് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ ട്രക്കിന് ഒരു ചെറിയ എൻജിൻ പ്രോബ്ലം വന്നപ്പം 5-8 മാസം ട്രക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സെക്കൻഡ് ട്രെയിലർ വാങ്ങാൻ നമ്മൾ ഇറങ്ങിയത്. പക്ഷെ അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ പറയുക, ഇപ്പം എന്താ എൻജിൻ, നമ്മുടെ വണ്ടി വലിക്കുന്ന എൻജിൻ പോയാലും വേറെ വണ്ടി വെച്ചിട്ട് നമുക്കത് വലിച്ചുകൊണ്ട് പോവാം. ട്രെയിലർ ആണെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ വണ്ടി പറ്റില്ല, വേറെ വണ്ടി കൊണ്ട് വലിച്ചുകൊണ്ട് അവിടെ ഇടാം. പക്ഷെ അതിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ -5 ഇതിലും രാവിലെ എണീച്ച് പോയി അത് കൊണ്ടുപോയി കാറിലോട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ കൈ ഐസ് പോലെയാവും. അപ്പൊ അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ട്രെയിലറിന് ഇപ്പം എന്താ പറയുക, അത് നമ്മുടെ അതിന്റെ ഉള്ളിലത്തെ ഫിറ്റിങ്സും ഇതനുസരിച്ചിട്ടാ. പക്ഷെ ഞാൻ പറയാ ഒരു 20,000 euros പുതിയ ബ്രാൻഡ് ന്യൂ. മീൻസ് എക്സ്ക്ലൂഡിങ് വണ്ടി, വലിക്കേണ്ട വണ്ടീന്റെ കോസ്റ്റ് അത് നിങ്ങളുടെ ഇതാ. പക്ഷെ ഒരു ട്രെയിലർ ചെയ്യണേന്റെ ഒരു ട്രെയിലർ പുതിയ ബ്രാൻഡ് ന്യൂ ട്രെയിലർ ഇറക്കണമെങ്കിൽ ഒരു 25,000 നടുക്ക് സാധനം കിട്ടും. 25,000 അതിനുള്ളിൽ പണിയേണ്ട ഒരു എല്ലാത്തിലും വണ്ടിയുടെ വേറെ പൈസ വരും. അത് വാങ്ങണമെങ്കിൽ വേറെ വരും. അത് ഏകദേശം എത്ര വരും? അത് ഡിപ്പെൻസ്. ഇപ്പൊ സെക്കൻഡ് ഹാൻഡോ പുതിയതോ ലീസോ അത് ഓരോ ആൾക്കാരുടെ കൺവീനിയൻസും എന്താ പറയാ ഫൈനാൻസും ഉള്ള പോലെ. ഏകദേശം എത്ര രൂപ കിട്ടും നമുക്ക് ഒരു ട്രെയിലറിന് ഞാൻ പറഞ്ഞില്ലേ ഒരു 20-25 നടുക്ക്. പക്ഷെ ഇപ്പൊ അത് വലിക്കേണ്ട വണ്ടി ഇപ്പൊ ഒരു 20 വർഷം പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ ചെറിയ കാശിന് കിട്ടും. ഇപ്പൊ പുതിയ വണ്ടിയാണെങ്കിൽ അതിന്റെ ചേട്ടന്റെ വണ്ടി ഏകദേശം ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ എത്ര വരും? അപ്പൊ നമുക്ക് കാണുന്നവർക്ക് ഒരു പിടുത്തം കിട്ടില്ല ഏകദേശം. ബിക്കോസ് ഞാൻ പെയിന്റിന് തന്നെ ഒരു 3,000-4,000 euro എക്സ്ട്രാ ഞാൻ കൊടുത്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഈ റേറ്റിന്ന് ഒരു 4,000 കൂടി കൂട്ടിയാൽ എന്റെ ട്രെയിലർ ആവും. ഒരു 40,000-40,000 euro നമുക്ക് ഏകദേശം പണം തീർക്കാൻ പറ്റും. 40,000 വേണ്ട, മീൻസ് ഇൻക്ലൂഡിങ് വലിക്കേണ്ട വണ്ടി 40,000. ഇത് നമുക്ക് ലോൺ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? ലോൺ പുതിയതായിട്ട് പോകുമ്പം നിങ്ങൾക്ക് ലോൺ ഇപ്പം നിങ്ങൾ ബ്രാൻഡ് ന്യൂ ആയിട്ട് ഇപ്പം അപ്രോച്ച് ചെയ്താൽ ലോണോ ലീസോ ഒന്നും കിട്ടൂല. ഒരു വർഷങ്ങളിൽ അവർക്ക് ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് അല്ലെ ഹിസ്റ്ററി ഓടിച്ച് ഇങ്ങനെ ഒരു ഗാസ്ട്രോണമി അല്ലെ ഫുഡ് ട്രക്ക് അല്ലെ റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഓടിച്ചു എന്ന് അവർക്ക് തോന്നിയാൽ തന്നാല് ലോണോ ലീസോ എന്തെങ്കിലും കിട്ടും, വണ്ടി ലീസ് ചെയ്യാൻ കിട്ടും. ചേട്ടാ ഇപ്പൊ ഈ പാർക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴല്ലോ, നമ്മളിപ്പോ ചേട്ടാ ഫുഡ് ട്രക്ക് ചെയ്യുമ്പോൾ ഇന്ന സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യാവുന്നൊക്കെ ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ. അപ്പൊ അതിനൊക്കെ നമ്മളൊരു ഫീസോ അല്ലെങ്കിൽ ലീസിങ് എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ? ഇപ്പം ഇതിപ്പം എന്താ പറയാ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, 3 ടൈപ്പ് ആൻസർ ഉണ്ട്. ഇപ്പം ഞാൻ ലഞ്ച് ചെയ്യുമ്പം ചിലയിടത്ത് എനിക്ക് പാർക്കിംഗ് ഫീ ഉണ്ട്, ചിലയിടത്ത് അവർ എന്നെ ഇൻവൈറ്റ് ചെയ്യും. ബിക്കോസ് അവർക്ക്
ക്യാൻറ്റീനോ ഇതോ ഇല്ലാത്തതുകൊണ്ട് ഓക്കെ അവർ എംപ്ലോയീസിന് നമ്മളൊരു സർവീസ് കൊടുക്കുന്നു. അങ്ങനത്തെ ഇതിന് കോസ്റ്റ് ഇല്ല. ഓക്കെ പിന്നെ ഇപ്പം ഫെസ്റ്റിവൽസിന് പോയാൽ ഇപ്പം പ്രൈവറ്റ് ഫെസ്റ്റിവൽസ് ആണെങ്കിൽ മീൻസ് ഇവൻറ്റ് മാനേജേഴ്സ് ആണ് അവരൊരു വലിയൊരു തുക വീക്കെൻഡ് ഇപ്പോൾ ഒരു വീക്കെൻഡ് ഫെസ്റ്റിവൽസ് ഉണ്ടാവുമല്ലോ, ഫ്രൈഡേ മുതൽ സൺഡേ വരെയുള്ള. എനിക്കറിയുന്നത് ഒരു 100-300 യൂറോ ആ ഒരു 2.5 ദിവസത്തേക്ക് ചോദിക്കും. ഓക്കെ 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 ബാക്കി പിന്നെ കേറ്ററിംഗ്, ഇപ്പം കേറ്ററിംഗ് ആണെങ്കിൽ ഇപ്പം പാർട്ടി ഹാൾസ് പുറത്താണെങ്കിൽ പാർക്കിങ്ങിന് നമുക്ക് ഇതൊന്നുമില്ല. അത് ക്ലയൻറ്റിൻ്റെ ഹെഡേക്കാണ്. അത് നമുക്ക് അവിടെ പാർക്കിംഗ് അല്ല ഇപ്പൊ കണ്ടുവെക്കാം. നമ്മള് ഇപ്പൊ ഏകദേശം ഇപ്പൊ ചില സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം എത്ര ഫീസൊക്കെ വരാറുണ്ട് ഈ പറഞ്ഞ പോലെ 300 അത് ഇപ്പം ഫെസ്റ്റിവൽസിന് പോയാൽ ഫെസ്റ്റിവൽസിന് പോകുമ്പോൾ? ഫെസ്റ്റിവൽസിന് പോകുമ്പോൾ അത്രയല്ല വരെ ചെറിയ ഇത്. ഇപ്പം ചില ഞാൻ വീക്ക്ലി പോകുന്ന സ്ഥലത്ത് ഒരിടത്ത് ഞാൻ ചെയ്യുന്നത് ഫ്രീയാണ്. ബിക്കോസ് ഞാൻ അവർക്ക് സർവീസ് കൊടുക്കാം, ബിക്കോസ് അവർക്ക് ക്യാൻറ്റീൻ ഇല്ല ആ ഏരിയയിലൊന്നും. ഓക്കെ ഓക്കെ വേറെ രണ്ടാമത് ചെയ്യുന്നത് എനിക്കൊരു ചെറിയൊരു കോസ്റ്റ്. അതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റീൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ. അപ്പം അവർ ഇലക്ട്രിസിറ്റിക്കും വാട്ടറിനും മാത്രം അവർ പെർ ഡേ പെർ ഡേ ഏകദേശം എത്ര ഒരു 10 യൂറോ വെച്ച് ചെറിയ ഒരു. നമുക്ക് ഇത് ചെയ്യുന്നതിന് എന്തൊക്കെ ലൈസൻസ് ആയിട്ട് വേണ്ട ഈ സംഭവം? ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരാൾക്ക് ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ? സ്റ്റുഡന്റ് ആയിട്ടിരിക്കുമ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പം ലൈസൻസ് പറ്റില്ല തന്നെ, ഇതേപോലെ ബിസിനസ് ചെയ്യാൻ അലൗഡ് ആയിരിക്കില്ല. കാശുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നോർമൽ ഒരാൾക്ക് ഇപ്പോൾ ഇത് ഒരു ഫുഡ് ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ എന്തൊക്കെ ലൈസൻസ് വേണം ആൾക്ക്? ആദ്യം തന്നെ എന്തൊക്കെ പെർമിറ്റ്? അത് പോകുന്ന മുന്നേ ആ ക്വസ്റ്റ്യന് എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻ്റ് ആകുമ്പോൾ നാഷണൽ വിസ ആണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റും, കാശുണ്ട്. പക്ഷേ വേറെ സപ്പോർട്ടൊന്നും കിട്ടൂല ബാങ്കിൽ നിന്നോ ലീസായിട്ടോ. അത് ഫുൾ കാശായി ഇട്ടിട്ട് തുടങ്ങാൻ പറ്റുമെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്തോ. സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡൗട്ടാണ്. അതെ, ഈ പറഞ്ഞ ചേട്ടൻ്റെ ഇതിനകത്ത് 100% ഷുവർ ഇൻഫർമേഷൻ അല്ല, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ചേട്ടൻ്റെ ഈ ഒരു ഇതിനകത്ത് ഏകദേശം എത്ര രൂപ, അല്ല ഏകദേശം ഏതൊക്കെ പെർമിറ്റുകൾ ചേട്ടൻ ആവശ്യം വേണ്ടി വന്നു, അല്ലെങ്കിൽ എത്ര രൂപ ഈ പെർമിറ്റിന് തന്നെ ചിലവായി? ഏതൊക്കെ ലൈസൻസ് വേണം? പെർമിറ്റ്സിന് ചിലവല്ല, ക്ഷമയാണ് വേണ്ടത്. പെർമിറ്റ്സിൻ്റെ എന്താ പറയുക, കോസ്റ്റ് എല്ലാം ചെറിയ ഇതാ. പക്ഷെ അവർ നമ്മളെ വെയിറ്റ് ചെയ്യിച്ച് ബ്യൂറോക്രസി നമ്മളെ കണ്ണിന്ന് വെള്ളം വരും. അല്ല ഏതൊക്കെ പെർമിറ്റ് നമുക്ക് വേണ്ട ശരിക്കും? അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മുടെ പേജിൽ കൊടുത്തിട്ടുണ്ട്. സ്പൈസ് ട്രിപ്പിംഗ് ഫുഡ് ട്രക്ക്. ചേട്ടാ സ്റ്റെപ്പുകളില്ല അതിന്റെ, നമ്മൾ ഇതിന് ഏതൊക്കെ പെർമിറ്റുകൾ വേണം, ആ ലൈസൻസ് വേണം, ആ സ്റ്റെപ്പുകൾ ഒന്ന് ഓക്കെ. ഏതായാലും ഇത് ജസ്റ്റ് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു 9 സ്റ്റെപ്പ് പ്രോസസ്സ് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി ഞാൻ വായിച്ചിട്ട്. അത് മാത്രം ലാസ്റ്റ് ആ ആളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ നിന്ന് കൊടുക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്തോ. ഫസ്റ്റ് റെസിഡൻസി പറഞ്ഞാൽ നിങ്ങളുടെ വിസ, നാഷണൽ വിസ ഉണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, തുടങ്ങാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ്. അതിനകത്ത് നിങ്ങളുടെ ആ ഒരു പച്ചൊരു കാർഡുണ്ട്, അതിനെന്താ പറയുക, സുസാറ്റ് ഫ്ലാറ്റ്സ് എന്ന് പറയും. ആ സംഭവത്തിൽ നിങ്ങൾക്ക് അലൗഡ് ആണോ അലൗഡ് അല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. അതായത് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് അല്ലേ? യെസ്. പിന്നെ രണ്ടാമത്തേത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ പറഞ്ഞ പോലെ മിനിമം ഒരു 30,000 യൂറോസ് വേണം സ്റ്റാർട്ടിങ്, ഒരു 30 lakhs. 30 lakhs ഓക്കെ, തുടങ്ങാൻ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് കൂട്ടാ. എന്താ പറയുക, 150,000 പറഞ്ഞ 1.5 കോടി വരെ ഉള്ള ട്രക്ക് എനിക്കറിയാം. അത് നിങ്ങളുടെ താല്പര്യം പോലെ, കാശുണ്ടെങ്കിൽ ഇറക്കുക, അല്ലെങ്കിൽ നമുക്ക് ലോൺ ആയിട്ടാലും കിട്ടുകയാണെങ്കിൽ അങ്ങനെ അത്രയും നല്ലത് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ബിസിനസ് പ്ലാൻ ആക്കുക. നിങ്ങളുടെ കോൺസെപ്റ്റും നമുക്ക് വേണ്ടിയുള്ള പ്ലാൻ അത് പക്ഷേ സ്റ്റാർട്ടിന് സിറ്റി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ട പ്ലാൻ. ഓക്കെ, നമ്മുടെ പ്ലാൻ എങ്ങനെയാണ്, ഇത് എങ്ങനെ ഉദ്ദേശിക്കുന്നത്, കറക്റ്റ് പേര്, ഇത് എന്താ കൊടുക്കാൻ പ്ലാൻ എന്നുള്ളത് അത് കൊടുക്കുമ്പോൾ അവർ കുറേ കൂടി നമ്മളൊരു പ്രിപ്പയർഡ് ആയിട്ട് പോകുന്ന പോലെ തോന്നിയാൽ അവർ ഹെൽപ്പ് ചെയ്യാൻ എന്താ പറയാ മനസ്സിലായി ഇതായി. ഓക്കെ, അതായത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഗിവ് അവേ പറഞ്ഞിട്ടല്ലേ, അവിടെ നിങ്ങളുടെ പ്ലാൻ എന്താണ്, ഫുഡ് ട്രക്ക് എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു പ്ലാൻ നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. കറക്റ്റ്. പിന്നെ വരുന്നത് ഫുഡ് ട്രക്കിന്റെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാ. പിന്നെ ഉള്ളത് ഹൈജീൻ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ അത് വെരി ഇമ്പോർട്ടൻറ്റ്. അതാ സ്റ്റെപ്പ് 1. ഓൺലൈനിലും ചെയ്യാം. ഈ പറഞ്ഞ പോലെ ആദ്യം കണ്ട് ഓഫ്ലൈൻ ആയിരുന്നു, ഇപ്പൊ അത് ഓൺലൈനിൽ. സിൻസ് കോവിഡ് അത് ഓൺലൈൻ ആയിട്ട്. അത് എന്ത് പറഞ്ഞാൽ അടിച്ചു കൊടുക്കേണ്ട ശരിക്കും? ഹൈജീൻ ഷൂട്ട്സ്, ഇൻഫെക്ഷൻ ഷൂട്ട്സ്, ഗസെറ്റ്സ്, ഇൻഫെക്ഷൻ ഷൂട്ട്സ്. ഓക്കെ, അത് അടിച്ചു കൊടുത്താൽ നമുക്ക് നെറ്റിൽ അതിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നുള്ളൂ. കറക്റ്റ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അത് ടിക്ക് ചെയ്ത് പോകണം. 45 മിനിറ്റ്സിൽ അവർ എന്താ പറയുക ഒരു വീഡിയോ, ഇതും ഫുഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, കൈ എങ്ങനെ വാഷ് ചെയ്യുക,
അങ്ങനത്തെ ഇതല്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനെ ടിക്ക് ചെയ്ത് പോയിട്ട് സംഭവം Correct. 25 50 അത്രയൊന്നുമില്ല, ഇല്ലല്ലേ? 33 യൂറോ തോന്നുന്നു. ഓക്കെ. പിന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട ബേസ്ഡ് ഓൺ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റിയും എന്താ ഉള്ളത്, ട്രെയിലർ വേണോ ട്രക്ക് വേണോ എന്നുള്ളത്. ഓക്കെ. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗവർബെ ആമത്തെ ബിസിനസ് ഓഫ് ചെയ്ത് പോകുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ എന്താ പ്ലാൻ. അപ്പം നിങ്ങൾക്ക് ഒരു ആൻസർ കൊടുക്കാൻ പറ്റണം. ട്രക്കാണെങ്കിൽ പറയാം ഇതാ ട്രക്കാണ് നമ്മൾ വാങ്ങുന്നത്. ഇല്ല ഇപ്പം ട്രെയിലർ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജർമ്മൻ കമ്പനീസാണ്, അവർ കുറേം കൂടി ഈസിയാണ്. ഇഷ്ടംപോലെ ജർമ്മൻ കമ്പനി ട്രെയിലർ ബിൽഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയട്ടെ, ഈ സംഭവം നമ്മൾ ആ ഒറ്റൊരു പ്രാവശ്യം ഗവേർബെ ആമറ്റിൽ പോകുമ്പോൾ നമ്മൾ എല്ലാം കൂടി സബ്മിറ്റ് ചെയ്താൽ മതിയോ? ഈസിയാണ്. അല്ലെങ്കിൽ ഇവിടെ ടെർമിനൽ അപ്പോയിന്റ്മെന്റ്സ് കിട്ടാൻ ആൻസറിന് അറിയാലോ എത്ര ഡിഫിക്കൽട്ടാ. അപ്പം നമ്മൾ പ്രിപ്പയർഡ് ആയി പോയാൽ അത്രയും നല്ലത്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ് പ്ലാൻ, പിന്നെ നമ്മൾ ട്രക്കാണോ ചെയ്യണേ, എന്താണോ ചെയ്യണേ, ഈ പറഞ്ഞ പോലെ ഹൈജീൻ ഷൂട്ട്സിന്റെ സംഭവം, ഹൈജീൻ സംഭവം, ഇതെല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾ കൊണ്ടുപോയാലും മതി. പോയാൽ നല്ലത്. പിന്നെയും പോണ്ട, പിന്നെ അപ്പോയിന്റ്മെന്റ്സിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ എന്തൊക്കെ വേണ്ട നമുക്ക് ശരിക്കും? പിന്നെ ഈ ഫുഡ് ട്രക്ക് നടത്തേണ്ട മെയിൻ ലൈസൻസ് പറഞ്ഞാൽ റൈസ ഗവേർബെ കാർഡ്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ട്രാവൽ ടിക്കറ്റ് കാർഡ് എന്നല്ലേ, എന്താ പറയുക, ട്രാവൽ കാർഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇത്. ഓക്കെ ഓക്കെ. ഒരു ഫുഡ് ട്രക്ക് നടത്തുന്നെങ്കിൽ അതാണ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഇത്. ഓക്കെ, റൈസ ടിക്കറ്റ് അല്ല, റൈസ ഗവേർബെ കാർഡ്. റൈസ ഗവേർബെ കാർഡ്. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ. ഒരു ഫുഡ് ട്രക്ക് നടത്താനുള്ള ഒരു മെയിൻ ഡോക്യുമെന്റ് ആണ് റൈസ ഗവേർബെ കാർഡ്. ഓക്കെ, നമുക്ക് അതിന് ഏകദേശം ആ ഒരു തീർക്കുന്ന എത്ര വരും? അത് നമുക്ക് എങ്ങനെ കിട്ടണത്? അത് ഇതെല്ലാം ഈ സ്റ്റെപ്സ് പറഞ്ഞ ഈ ബിസിനസ് പ്ലാനും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഗവർബെ ആമറ്റാർ നിങ്ങളെ അവരുടെ ഡിപ്പാർട്ട്മെന്റിലോട്ട് അയക്കും. ഓക്കെ, എന്നിട്ട് ഇത് നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ ഈ ഗവർബെ ആമറ്റാരെ അപ്രൂവ് ചെയ്യണം. നിങ്ങളുടെ പ്ലാനും ഇതും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൈസ ഗവർബെ കാർഡ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യലി ഒരു ഫുഡ് ലൈസൻസ് ആയി. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ്, ഈ റൈസ ഗവേർബെ കാർഡ് പറയുന്നത് അതൊരു കമ്പനിയാണ്. ആ ഒരു ഡോക്യുമെന്റ് പറയുന്നത് ഒരു കമ്പനിയാണ്. ഈ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ പോയിട്ട് വേറെ തന്നെ ഒരു ബിസിനസ് അക്കൗണ്ട് തുറക്കാൻ പറ്റും. ഈ പോയിന്റ് എനിക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഈ കാർഡ് വെച്ചിട്ട് എന്താ പറയുക, നമുക്ക് ബാങ്ക് അക്കൗണ്ട് സെപ്പറേറ്റ് ആയി തുടങ്ങാം. അതിന് വേറെ സെപ്പറേറ്റ് കമ്പനി തുടങ്ങേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ. അതായത് നമ്മൾ ഗവേർബെ നമ്മൾ പോകുമ്പോൾ ആദ്യം ഈ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ തന്നെ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ റൈസ ഗവേർബെ അതിനകത്തേക്ക് അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കും. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് വെച്ച് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആൻസർ നേരത്തെ ചോദിച്ചാൽ ഇതിന്റെ പ്രൈസ് ഒന്ന് ലിമിറ്റഡ് റൈസ ഗവേർബെ കാർഡ് ഉണ്ട്. ഇപ്പം ആർക്കെങ്കിലും 3 വർഷത്തേക്കേ വേണ്ടെങ്കിൽ അതിനൊരു പ്രൈസ് ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല എത്ര. പക്ഷെ എന്റേത് അൺലിമിറ്റഡ് ഓപ്പൺ. ലിമിറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് 3 വർഷത്തേക്ക് മാത്രമേ ചെയ്യാൻ. 3 വർഷം ഒരു വർഷത്തേക്കോ അങ്ങനെ ഒരു ലിമിറ്റഡ് വേണമെങ്കിൽ അതും കിട്ടും. പക്ഷെ എന്റേത് അൺലിമിറ്റഡാ. അന്ന് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ 400 ക്ലോസ് യൂറോസ് ആണ്. അതായത് 4-5 വർഷം മുൻപ്. അത് വൺ ടൈം പേയ്മെന്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ സ്റ്റെപ്പ് എന്താ ശരിക്കും നമുക്ക്? അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് തുറക്കുക സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, എന്നിട്ട് സെപ്പറേറ്റ് എന്താ പറയുക, നിങ്ങളുടെ പേഴ്സണലും ബിസിനസ്സും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, 8ാമത്തേത് ഇത് കഴിഞ്ഞിട്ട് മെയിൻ തിങ് ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഫൈനാൻസ് ഓഫീസിലോട്ട് ഇതിന് സെപ്പറേറ്റ് ടാക്സ് ID നമ്പർ വേണം. ടാക്സ് ID നമ്പർ 8ാമത്തെ സ്റ്റെപ്പ്. അത് നമുക്ക് ഈ ഫിനാൻസ് കമ്പനി തരും, നമ്മൾ പോയി ചോദിക്കണം ഒരു അപ്പോയിന്റ്മെന്റ്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെച്ചിട്ട് അയക്കുക. അവരടുത്ത് പറയാം ഇത് ഈ റൈസ ഗവേർബെ കാർഡിന്റെ കോപ്പിയും ഇതെല്ലാം വെച്ച് അയക്കുക. പറയാം നമ്മൾ ഇങ്ങനെ ഫുഡ് ട്രക്ക് തുടങ്ങുക, സ്റ്റോയർ നമ്പർ ടാക്സ് ID വേണമെന്ന് പറയുമ്പോൾ അവർ ഇങ്ങോട്ട് അയക്കും. ചിലപ്പം ഇപ്പം ഡിപ്പെൻസ്, ആ ഒരു ബിസി സീസൺ ആണെങ്കിൽ 6 weeks to 8 weeks എടുക്കുക, അല്ലെങ്കിൽ 2-3 weeksൽ കിട്ടും. പിന്നെ അത്രേ ഉള്ളൂ. ഇത് ഏകദേശം എത്ര സമയം എടുത്തു ഫുള്ളും കിട്ടാനായിട്ട്? എനിക്ക് അത് ക്ലിയർലി പറയാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ തുടങ്ങിയത് കോവിഡിന്റെ നടക്കുക. ഇത് ചെയ്യാൻ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് 1.5 വർഷം എടുത്തു. ബിക്കോസ് ആ കോവിഡ് ടൈമിൽ 2020 എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ആ സമയത്ത് ക്ലോസ്ഡ് ആയതുകൊണ്ട്. പക്ഷെ ഒരു മിനിമം ജർമ്മൻ ബ്യൂറോക്രസി നമ്മൾ അറിഞ്ഞിട്ട് ഒരു 6 months
ഒരു ഇറ്റ്സ് എ ഗുഡ് ടൈം. ഓക്കെ ഓക്കെ. ഞാൻ ഹെൽപ്പ് ചെയ്ത ചില ആൾക്കാർക്ക് 3 monthsോടെ ഇതെല്ലാം ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ചെക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു സേഫ്റ്റിക്ക് ഒരു 6 months നമ്മൾ കണക്ക് കൂട്ടാം. ചേട്ടാ, ഇത് പുതിയതായിട്ട് തുടങ്ങാൻ പോണ ആൾക്കാർക്ക്, ഫുഡ് ട്രക്ക് ചെയ്യാൻ പോണ ആൾക്കാർക്ക് ചേട്ടന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ത് ശരിക്കും? അതായത് കുറച്ച് 2-3 പോസിറ്റീവും 2-3 നെഗറ്റീവുകളും അത് തുടങ്ങാൻ പോണ ആൾക്കാർക്ക് കുറച്ചുകൂടി ഹെൽപ്പ് ആവും. പോസിറ്റീവ് പറഞ്ഞാൽ നമ്മൾ സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കും. നമുക്ക് ചോദ്യം ഉത്തരവൊന്നും ആരടുത്തും പറയേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ബോസ്. അതെ. ഓക്കെ. പക്ഷെ അതിന് ഉള്ളത് നന്നായി നടത്തിയാൽ ഇത് നല്ല ബിസിനസ്സാണ്. അതും നമ്മൾ എന്താ പറയുക, ഒത്തൻറ്റിക് ആയിട്ട് ഞാൻ ഇപ്പം മലയാളികളടുത്താണ് സംസാരിക്കുന്നത്. മലയാളി ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് എന്താ പറയുക, റാൻഡംലി ഇന്ത്യൻ ഫുഡ് ചെയ്യേണ്ട കാര്യമില്ല. ജർമ്മനിയിലുള്ള ഞാൻ ആൾക്കാരെ പറ്റി ശ്രദ്ധിച്ചത്, നല്ല ഫുഡ് ടേസ്റ്റി, അവർക്ക് അധികം സ്പൈസി അല്ലാത്ത, എരിവില്ലാത്തത് കൊടുത്താൽ അവർ ലോയൽ കസ്റ്റമേഴ്സാണ്. ഇപ്പോഴും ഞാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഇപ്പോൾ ആദ്യം വരുന്ന ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. ടച്ച് വുഡ് ഇപ്പോഴും വരുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാ പോസിറ്റീവ് പറഞ്ഞാൽ ഇതാ. പിന്നെ നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു സിറ്റി വിട്ട് പോവുകയാണെങ്കിൽ, ഫോർ ഇൻസ്റ്റൻസ് എൻ്റെ വൈഫ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ. ഇപ്പം അവർക്ക് വേറൊരു ജോലി കിട്ടി. ഇപ്പം എനിക്ക് പോകുമ്പം ഇത് ഷിഫ്റ്റ് ചെയ്യാൻ ഈസിയാണ്. റെൻ്റ് ഇല്ല, ഇത് കൊടുക്കാൻ എന്താ പറയുക, ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഞാൻ അത് പൊളിച്ച് എടുത്ത് മാറ്റിക്കൊണ്ട് പോകണം. ഇതാകുമ്പം ഈസിലി മൊബൈലാണ്. നമ്മുടെ ഇഷ്ടമുള്ള സമയത്തിന് ചെയ്താൽ അതും മതി. ഇപ്പം നിങ്ങൾക്ക് വീക്ക് ഡേയ്സ് ചെയ്യേണ്ട, ഫുൾ ടൈം വർക്ക് ചെയ്തിട്ട് വീക്കെൻഡിൽ മാത്രം ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഇപ്പൊ എന്റെ ഒരു സംഭവം നോക്കാം, ഞാൻ നഴ്സായതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ഊർലോബ് അവിടെ വെക്കേഷൻ ഒക്കെ പറഞ്ഞു വെക്കണം. അതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഓക്കെ. കുറച്ച് അതായത് വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഈസി പണിയാണ്. ഇത് പക്ഷേ ഈ എസ്പെഷ്യലി വിന്റർ മന്ത്സിൽ രാവിലെ -5ഉം 10 എണീച്ച് പോകുമ്പം തോന്നും, നമുക്ക് ഫീൽ ആവും. മടിയല്ല, ഫീൽ ആവും. മീൻസ് ഫിസിക്കലി നമുക്ക് ഫീൽ ആവും. ഇത് ഹാർഡ് ബിസിനസ്, പക്ഷെ അതിന് റിവാർഡിങ് ആണ്. നല്ല സിറ്റിയും കുറച്ച് ഓപ്പൺ മൈൻഡഡ് ജർമൻസും ഉണ്ടെങ്കിൽ ഇതാ. ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഈ ബിസിനസ് ഞാൻ തുടങ്ങിയപ്പം ഞാൻ ഫോക്കസ് ചെയ്തത് ഇന്ത്യൻസിനെയും മലയാളികളെയും എല്ലാ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടായിരുന്നത്. എനിക്കത് ചോദിക്കണമെന്നുണ്ട്. ശരിയാ. ഓക്കെ, ചോദിച്ചോളൂ. അതായത് ഇന്ത്യൻസ് ആയിരിക്കും നമ്മൾ കൂടുതലും ചേട്ടൻ ഇന്ത്യൻസിനെ വെച്ച് മലയാളീസിനെ വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ നടക്കില്ല. റെസ്റ്റോറന്റ് ആയാൽ പോലും എനിക്ക് തോന്നുന്നു മലയാളീസിനെ വെച്ച് മലയാളീസൊക്കെ എനിക്ക് തോന്നുന്നു മാസത്തിലൊക്കെ ഒരു പ്രാവശ്യം വന്ന് കഴിച്ചു. എന്റെ ട്രക്കിൽ മലയാളികൾ വരാറേ ഇല്ല. ഞാൻ ശ്രദ്ധിച്ചു മലയാളീസൊക്കെ കുറെ പറയും ഒടുക്കത്തെ പൈസയാണ്, അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റികൾ എന്നൊക്കെ. പക്ഷെ ഇല്ല, മലയാളികൾ പറയുന്ന ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് നമുക്ക് വീട്ടിലാക്കി കഴിച്ചൂടെ. സത്യം. ഞാൻ ഡിസഗ്രി ചെയ്യുന്നില്ല, അത് സത്യം അവര് പറഞ്ഞ. അപ്പം എനിക്ക് ഉള്ള ഒരു വലിയൊരു അഡ്വൈസ് പറയാനുള്ളത്, ഈ ബിസിനസ് തുടങ്ങുമ്പം നമ്മൾ ഇവിടുത്തെ ലോക്കൽ ജർമൻസിനെയും വേറെ ഉള്ള ഫോറിനേഴ്സിനെയും ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ടേസ്റ്റ് പാലറ്റിൽ വരുന്ന ഫുഡ് ഒത്തൻറ്റിക് ആയിട്ട്, പക്ഷെ എരിവ് കുറച്ചിട്ട് കൊടുക്കുക. അവരായിരിക്കണം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഈ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ. സാധാരണ ഈ ഇങ്ങനെ ഫുഡ് ട്രക്ക് ചെയ്യാൻ ആൾക്കാർ ചെയ്യണ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാ ശരിക്കും? ഞാൻ പറഞ്ഞ ആൻസർ, ഈ ഒരു ഇത് നമ്മളിപ്പം ഇന്ത്യൻ ഫുഡ് ട്രക്ക് തുടങ്ങുമ്പോൾ ഇന്ത്യക്കാരെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയാൽ ഇത് ഫെയിൽ ആവും. അതെനിക്ക് വേറെ ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് ഗ്യാരണ്ടി പറയാം. ഇത് ഇന്ത്യക്കാരെ കണ്ടിട്ട് തുടങ്ങരുത്, ജർമൻസ് ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. അല്ല, ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർ നമ്മൾ വേറെ ഫുഡ് കഴിക്കാനായിരിക്കും നമ്മൾ സെയിം എല്ലാ ദിവസവും വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മിക്കവരും പുറത്തു പോയി കഴിക്കാൻ ആഗ്രഹിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫുഡിന് കുറച്ചും കൂടി പൈസ കൂടുതലായിരിക്കും കമ്പയർഡ് ടു അതർ ഫുഡ്സ് അല്ലേ. ഫുഡ് ട്രക്കിൽ പറ്റില്ല, ബിക്കോസ് എസ്പെഷ്യലി ലഞ്ച് ആകുമ്പം ഇവിടെ ജർമ്മനിയിലായാലും ഒരു 7 to 9 യൂറോസിന്റെ നടുക്കായിരിക്കണം ഇവിടെ ലഞ്ച്. അങ്ങനെയാ ജർമൻസിന്റെ കാൽക്കുലേഷൻ. ഒരു 7 to 9 യൂറോസിന്റെ ബഡ്ജറ്റിലെ അവർ ഇതാക്കും. അല്ലാണ്ട് റെസ്റ്റോറൻറ്റ്സിൽ എടുക്കുന്ന പോലെ 13, 14, 15 യൂറോ ട്രക്കിൽ പറ്റൂല. ഇപ്പൊ ഏകദേശം ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതെങ്ങനെ ഫുഡ് ട്രക്ക് ചെയ്യാന്നുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അലോകേണ്ട പേജ് ഞാൻ താഴെ കൊടുക്കാം. അതിനകത്ത് നമ്മൾ കമന്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം സംഭവം. അതിനകത്ത് കുറെ 9 സ്റ്റെപ്സുകളൊക്കെ പുള്ളിയുടെ പേജിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതേപോലെ ബിസിനസ് ഐഡിയാസും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇനിയും
താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ് ഓൺ വാൾ സ്ട്രീറ്റ് എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടോ, മറക്കണ്ട യൂട്യൂബും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്തിട്ട് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്